പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇപ്പോൾ ചാനലുകളിലൊക്കെ ഉയർന്നു നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ചർച്ചകളും വർത്തമാനങ്ങളുമാണ്. റിപ്പോർട്ടർ ടിവിക്ക് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബുർ റഹ്മാൻ സാഹിബ് നൽകിയ അഭിമുഖം അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരണത്തിനായി അവർ വീണ്ടും ആ വിഷയം തന്നെ ചർച്ചയ്ക്ക് വെച്ചത്. ജമാഅത്തെ ഇസ്ലാമി നയം മാറി പുതിയ കാലത്ത് പുതിയ നയനിലപാടുകളോടുകൂടി, അഥവാ CPMൻ്റെ വിമർശനത്തിൽ ഭയപ്പെട്ടുകൊണ്ട് നിലപാട് മാറ്റി CPMന് കൂടി അംഗീകരിക്കാവുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമി ആക്കി മാറ്റാനുള്ള ശ്രമമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചത് എന്നാണ് കണ്ടാൽ മനസ്സിലാവുക. ചർച്ച നിയന്ത്രിച്ച സ്മൃതി പരുത്തിക്കാട് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകമായ മുൻ ധാരണകൾ വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി പറയുന്നത് തീർത്തും ശ്രദ്ധിക്കാതിരിക്കുകയും വീണ്ടും നേരത്തെ പറഞ്ഞ പല്ലവി തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ കണ്ടത്. പലതരം തിരക്ക് കാരണമാണ് ഞാൻ ഇപ്പോൾ തീരെ വീഡിയോ ചെയ്യാത്തത്. ഇനി ഈ വീഡിയോയിൽ ആ ചർച്ചയിലെ പല ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്ത് ഇതിൽ കാണിച്ച് അതിന് മറുപടി പറയുമ്പോൾ അതിന് ഒരുപാട് എഡിറ്റ് ചെയ്യാൻ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ഉൾപ്പെടുത്താതെ ചില കാര്യങ്ങൾ ആ വിഷയമായി ബന്ധപ്പെട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി രൂപീകരണത്തിൻ്റെ ഒന്നാം നാൾ തന്നെ ഇതൊരു മൗദൂദിസ്റ്റ് പാർട്ടിയാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇന്നലത്തെ ചർച്ചയിൽ ടി മുഹമ്മദ് വേള കൃത്യമായി പറയുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നിങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ച് നോക്കുക. അതിലെവിടെയും അബുൽ അല മൗദൂദി എന്ന ആ വ്യക്തിയുടെ പേര് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം മാത്രമാണ് ഇതിൽ അംഗീകരിക്കുക എന്ന് എവിടെയും പറയുന്നില്ല. പകരം പറയുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് മാത്രമായിരിക്കും ഈ സംഘടന മുന്നോട്ട് പോവുക എന്നതാണ്. അപ്പം അതുകൊണ്ട് ഇതിന്റെ പാർട്ടിയുടെ പേര് തന്നെ എന്താ? ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. ഇസ്ലാമിന്റെ സംഘം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, അല്ലാതെ മൗദൂദിയുടെ സംഘം എന്നല്ല. അതുകൊണ്ട് ഇത് ഇസ്ലാമിന്റെ പാർട്ടിയാണ്, അല്ലാതെ മൗദൂദിയുടെ പാർട്ടിയല്ല. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാർട്ടിയാണ്, ഇത് മൗദൂദിയുടെ പാർട്ടിയല്ല. ഇത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാർട്ടിയാണ്. ഹിസ്ബുല്ലാഹ്, അല്ലാഹുവിന്റെ കക്ഷി, അതാണിത്, അല്ലാതെ മൗദൂദിയുടെ കക്ഷിയല്ല. ഇത് പരിശുദ്ധ ഖുർആനിന്റെ പാർട്ടിയാണ്, അള്ളാഹുവിന്റെ പാർട്ടിയാണ്, മുഹമ്മദ് നബിയുടെ പാർട്ടിയാണ്. ഇതൊരിക്കലും മൗദൂദിയുടെ പാർട്ടിയല്ല. ഇത് പി മുജീബുർ റഹ്മാൻ ഇന്നലെ കണ്ടുപിടിച്ചതല്ല. നേരത്തെ ആരിഫ് അലി സാഹിബ് ഒരു അഭിമുഖത്തിൽ ഇത് പറഞ്ഞ് അപ്പോഴും ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ജമാഅത്ത് നയം മാറി എന്ന് പറയുന്നുണ്ട്. ജമാഅത്ത് ഒരു നയം മാറിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഏത് കാലത്തും മൗദൂദിയുടെ പാർട്ടി ആയിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും മൗദൂദിയുടെ പാർട്ടിയല്ല, ഇനിയൊട്ട് മൗദൂദിയുടെ പാർട്ടി ആയി അറിയപ്പെടാനും ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞാലും ഇത് മൗദൂദിയുടെ പാർട്ടിയാണ് എന്നും ഇത് മൗദൂദിയുടെ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ മാറുകയാണ് എന്നും ഇതിൻ്റെ മേൽ വെച്ച് കെട്ടാനാണ് തൽപര കക്ഷികൾ ശ്രമിക്കുന്നത്. ഇത് മനസ്സിലാകുന്ന ആളുകൾക്ക് മനസ്സിലാകും, മനസ്സിലാകാത്തവർ എന്നും ഈ വിഡ്ഢികളുടെ സ്വർഗത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയും ചെയ്യും എന്നാണ് ആ വിഷയമായി പറയാനുള്ളത്. രണ്ടാമത് ചർച്ചയിൽ ഉയർന്നു കേട്ട കാര്യം മൗദൂദിയുടെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് മാറി എന്നാണ്. അതിനും ഇന്നലെ ടി മുഹമ്മദ് വേളം കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. മൗദൂദി ആകട്ടെ, ഇബ്നു തൈമിയ ആകട്ടെ, ഇമാം ഗസാലി ആകട്ടെ, ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആകട്ടെ, കഴിഞ്ഞുപോയ ഇസ്ലാമിക പണ്ഡിതന്മാർ ആരും, ഇനി ഇമാം ഷാഫിഈ, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ തുടങ്ങിയ ആളുകൾ ആരാവട്ടെ, ഇസ്ലാമിനെ ഏതർത്ഥത്തിൽ വിശദീകരിച്ച ആളുകളും
അതിൽ അവരുടെ ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, അവയിൽ എവിടെയും മതരാഷ്ട്രവാദം എന്ന ഒരു ടെർമിനോളജി തന്നെ കാണാൻ കഴിയില്ല. മൗദൂദി 100-ൽ പരം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അവയിൽ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പുസ്തകങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കുക. അതിലെവിടെയും മതരാഷ്ട്രം എന്ന ഒരു വർത്തമാനം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എവിടെയും മതരാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മതരാഷ്ട്രം ജമാഅത്തെ ഇസ്ലാമിയോ മൗദൂദിയോ വാദിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മതരാഷ്ട്രം എന്ന സംജ്ഞ ഇസ്ലാമുമായി ബന്ധപ്പെട്ടതേ അല്ല. അതും ടി മുഹമ്മദ് വേളം അദ്ദേഹത്തിന്റെ TV ചർച്ചയിൽ പറയുന്നുണ്ട്. പക്ഷെ അതെവിടെയും ശ്രദ്ധിക്കപ്പെടുന്നില്ല. മതരാഷ്ട്രം എന്ന സംജ്ഞ രൂപപ്പെട്ടത് മധ്യകാല ക്രിസ്തീയ സഭകളുടെ നേതൃത്വത്തിലാണ്. ആ കാലഘട്ടത്തിൽ ശാസ്ത്രം പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ അവരുടെ മതം പറയുന്നതിന് അത് എതിരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്ന് കണക്കാക്കിക്കൊണ്ട് ആ ശാസ്ത്രജ്ഞന്മാരെ ക്രൂരമായി മർദ്ദിക്കുകയും തൂക്കിക്കൊല്ലുകയും ഒക്കെ ചെയ്ത ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ മതപൗരോഹിത്യം നിയന്ത്രിച്ചിരുന്ന രാഷ്ട്രങ്ങളെയാണ് മതരാഷ്ട്രം എന്ന് പറയുക. അവിടെ പൗരോഹിത്യത്തിനാണ് അധികാരം. ഇസ്ലാമിന് രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. ഇസ്ലാമിന് സാമൂഹിക കാഴ്ചപ്പാടുണ്ട്. ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മുഹമ്മദ് നബി ഒരു രാഷ്ട്രനായകനായിരുന്നു. മുഹമ്മദ് നബി കഴിഞ്ഞാൽ മുഹമ്മദ് നബിയുടെ അനുയായികളിൽ ഏറ്റവും ശ്രദ്ധേയരായ 4 ഖലീഫമാർ, ഖുലഫാ ഉർ റാഷിദുകൾ, അവരെക്കാൾ പ്രഗത്ഭരായി പിന്നെ മുഹമ്മദ് നബിയുടെ കാലശേഷമുള്ള ഒരാളെയും കണക്കാക്കില്ല. ഈ 4 ആളുകളും എന്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? ഖുലഫാ ഉർ റാഷിദുകൾ എന്നാണ്, സച്ചരിതരായ ഖലീഫമാർ എന്നാണ്. ഇവിടെ ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം ഇസ്ലാമിക ഭരണാധികാരികൾ എന്നാണ്. മുഹമ്മദ് നബി തുടങ്ങി വച്ച ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ നടത്തിപ്പുകാരായ ഭരണാധികാരികളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലെ ഒന്നാമത്തെ മുജദ്ദിദായി അറിയപ്പെടുന്നത് ഉമർ രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് ആണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുജദ്ദിദായി അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിക ഖിലാഫത്ത് അഥവാ ഇസ്ലാമികമായ ഈ ഭരണം അലി റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിലൂടെ യസീദിലേക്ക് എത്തിയപ്പോൾ അതിന്റെ ഇസ്ലാമികമായ തനിമ ചോർന്നു പോവുകയും അത് രാജഭരണത്തിന്റെ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തപ്പോൾ പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖുലഫാ ഉർ റാഷിദുകൾ കൊണ്ടു നടത്തിയ അതേ രൂപത്തിലേക്ക് ഇസ്ലാമിക ഭരണ സംവിധാനത്തെ തിരിച്ചു കൊണ്ടുപോയി എന്നതുകൊണ്ടാണ് അദ്ദേഹം ഒന്നാമത്തെ മുജദ്ദിദായി അറിയപ്പെടുന്നത്. ഇസ്ലാമിലെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിക മാർഗത്തിലുള്ള ജിഹാദ് എന്ന് അതിനെ അറിയപ്പെടുന്നു. ജിഹാദ് എന്നാൽ യുദ്ധം എന്നല്ല അർത്ഥം. പക്ഷേ ജിഹാദിന്റെ പല വേർഷനുകളിൽ ഒന്ന് ഇസ്ലാമിക മാർഗത്തിലുള്ള പടപൊരുതലാണ്. ആ പടപൊരുതലിൽ പങ്കെടുക്കുക എന്നത് ഇസ്ലാമികമായ ഏറ്റവും ഉയർന്ന കർമ്മമായി കണക്കാക്കപ്പെടുന്നു. അതിലൊരാൾ രക്തസാക്ഷിയായി മരിച്ചു വീണാൽ അദ്ദേഹത്തെ ആ ജനാസ കുളിപ്പിക്കേണ്ടത് പോലുമില്ല. ആ ജനാസയ്ക്ക്, ആ മയ്യത്തിന് പരലോകത്ത് വമ്പിച്ച പ്രതിഫലം, കഴിഞ്ഞകാല എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുകയും വിചാരണ പോലും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് അവർ എത്തും എന്ന സങ്കല്പം. ഒരാൾക്ക് ഈ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നേടിയെടുക്കാവുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം ഈ രക്തസാക്ഷിത്വം വഹിക്കുക, ഇസ്ലാമിന് വേണ്ടി പടപൊരുതി രക്തസാക്ഷിത്വം വഹിക്കുക എന്നതാണ്. ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ്. ഇസ്ലാമിലെ യുദ്ധങ്ങളെല്ലാം രാഷ്ട്രം നടപ്പിലാക്കേണ്ടതും രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതും മാത്രമാണ്. ഇസ്ലാമിക രാഷ്ട്രത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള യുദ്ധമാണ്. അല്ലാതെ ഒരാൾ അവിശ്വാസിയായി മാറിയാൽ ആ അവിശ്വാസിയെ വിശ്വാസിയാക്കാൻ വേണ്ടിയല്ല യുദ്ധം. അങ്ങനെ ചെയ്യാനും പാടില്ല. ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്.
അപ്പോൾ ഇസ്ലാം രാഷ്ട്രീയ ഉള്ളടക്കമുള്ളതാണ്. ആ രാഷ്ട്രീയ ഉള്ളടക്കം ജനക്ഷേമപരമാണ്, നീതിയിൽ അധിഷ്ഠിതമാണ്, സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും ഉദ്ഘോഷമാണ് അതിലൂടെ നടക്കുന്നത്. അത്തരം രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്. ഇസ്ലാമിന് തന്നെ ഉണ്ട്, അത് ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നുണ്ട്. ആരെങ്കിലും സൗകര്യപൂർവ്വം അത് പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടല്ല, അത് അവരുടെ പോരായ്മയാണ്, അത് അവരുടെ വീക്ഷണ വൈകല്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഈ സുന്ദരമായ രാഷ്ട്രീയ വശത്തെക്കുറിച്ച് പറയുന്നത് മതരാഷ്ട്രവാദമേ അല്ല, അത് മാനവിക രാഷ്ട്രവാദമാണ്, അത് നീതിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രവാദമാണ്, അത് സാമൂഹിക സമത്വത്തിനുള്ള രാഷ്ട്രവാദമാണ്, അത് മനുഷ്യന്റെ ഡിഗ്നിറ്റിയെ കാത്തു സൂക്ഷിക്കുവാനുള്ള രാഷ്ട്രവാദമാണ്. ആ വാദം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്, അതൊരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങൾക്ക് സോഷ്യലിസം പറയാൻ അനുവാദമുള്ളതുപോലെ നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ പറയാൻ അനുവാദമുള്ളതുപോലെ ഇവിടെ ഇസ്ലാമിന്റെ രാഷ്ട്രീയ സങ്കല്പത്തെക്കുറിച്ച് പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്കും അനുവാദമുണ്ട്, അവകാശമുണ്ട്. അതുമാത്രമേ ജമാഅത്തെ ഇസ്ലാമി പറയുന്നുള്ളൂ. അത് മതരാഷ്ട്രവാദമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇത് തീവ്രവാദമാണെന്ന് പറഞ്ഞ് ഇത് ഭീകരവാദമാണെന്ന് പറഞ്ഞ് ഇന്നേ വരെ ഒരു തീവ്രവാദത്തിന്റെയും ഒരു ഭീകരവാദത്തിന്റെയും പേരിൽ ഒരാളെയും പിടികൂടിയിട്ടില്ലാത്ത, ഒരാളുടെ പേരിലും ഒരു പെറ്റി കേസ് പോലും നിലവിലില്ലാത്ത ഒരു പ്രസ്ഥാനത്തെ നിരന്തരം തീവ്രവാദമെന്നും ഭീകരവാദമെന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഇനിയെങ്കിലും നിർത്താൻ സമയമായിരിക്കുന്നു എന്ന് ബന്ധപ്പെട്ട ആളുകളോട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ചർച്ചയിലിടക്ക് ദേശാഭിമാനിയുടെ ഒരു ലേഖകൻ അദ്ദേഹം പറയുന്ന വളരെ തമാശ നിറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഉൾപ്പെട്ട എത്ര കേസുകളാണ് മുസ്ലിം ലീഗ് ഒഴിവാക്കി കൊടുത്തിട്ടുള്ളത് എന്നതിന്റെ ചരിത്രം പറയണമെന്നാണ്. അദ്ദേഹം പത്രപ്രവർത്തകനാണല്ലോ, അദ്ദേഹത്തിന് ഇവിടുത്തെ കേസിന്റെ കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ സാധ്യമാകുന്ന സംവിധാനങ്ങളുണ്ടല്ലോ. അദ്ദേഹം ഒരു കേസ് എടുത്ത് പറയട്ടെ, ജമാഅത്തുകാർ ഉൾപ്പെട്ട ഭീകരവാദത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ മറ്റുള്ളവരുടെ കൈകാൽ വെട്ടിയതിന്റെയോ 100 വെട്ട് വെട്ടിയതിന്റെയോ 1000 വെട്ട് വെട്ടിയതിന്റെയോ പാടത്ത് പണിയെടുത്തപ്പോൾ വരമ്പത്ത് കൂലി കൊടുത്തതിന്റെയോ ഒരു ചരിത്രം ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ഉണ്ടെങ്കിൽ ആ മാന്യ സഹോദരൻ അതെടുത്ത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ കാണിക്കണമെന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.